മൈ വെന്യൂ. അപ്പൊ ഇന്ന് മൽച്ചന്തേരി ഫാബ്രിക്കിലൂടെ നല്ല അടിപൊളിയായിട്ടുള്ള 4 കളേഴ്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ പേസ്റ്റൽ ഷെയ്ഡ് അധികം ചെയ്യാതിരുന്നതാണ്, എല്ലാം ഡാർക്കർ ടോൺ ആണെന്ന് പറയുന്നതുകൊണ്ട് ഇപ്പൊ പേസ്റ്റലിൽ പിടിച്ചപ്പോൾ നല്ല അടിപൊളി, അതായത് കളേഴ്സ് കിട്ടുന്നത് അത്ര നല്ല കളേഴ്സ് ആണ്. ഇത് ഈ ഒരു ബ്ലൂ നിങ്ങൾക്ക് കണ്ടാൽ അറിയില്ല, നല്ല ഈ ബേബി ബ്ലൂ എന്ന് എനിക്ക് പറയുന്ന അറിയില്ല, പക്ഷെ അതേപോലത്തെ കളറാണ്. നല്ല അടിപൊളി ഒരു ബ്ലൂ ഷെയ്ഡ് ഇതേപോലെ കണ്ടോ. അതിന്റെ മിഡിൽ പോർഷനിൽ ഇതേപോലെ മൽച്ചന്തേരി ഫാബ്രിക് ആണ്. ഇതിനകത്തോട്ട് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, സ്ട്രെയിറ്റ് വി കൊടുത്തിട്ട് ഇതുപോലെ ആ യോക്കും സെൻട്രൽ പോർഷനും കൊടുത്തിട്ടുണ്ട്. ഇത് എപ്പോ ഈ മൽച്ചന്തേരി നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഈ പ്രാവശ്യം ഭയങ്കര സ്മൂത്ത് ആട്ടോ. ഭയങ്കര ഒരു അത്യാവശ്യം ഒരു ഓഫീസ് വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. അത്രയും സിമ്പിൾ ആണ്, ഒരു സ്റ്റാൻഡേർഡ് ഒരു ലുക്കാണ് ഈ ഒരു കളറിന്. ശരിക്കും അതുപോലെ ക്രീം അല്ല, ഈ ഒരു കളർ പറയാൻ എല്ലാവർക്കും ഫേസ് ഡള്ളായിട്ട് തോന്നും, പക്ഷെ ഒരിക്കലും ഇല്ല. ഈ കളർ ഇട്ടപ്പോ എന്തോ നമുക്കൊരു നല്ല അത്ര ഫേസ് ഡള്ളായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പാറ്റേൺ സ്ട്രെയിറ്റ് വി വിത്ത് ഈ ഒരു കട്ടിങ് ഇതുപോലെ ഈ ഒരു ഡിസൈൻ ഫാബ്രിക് ഉണ്ട്. ഇത്രയും ഇങ്ങനെ നല്ല വിട്ട് അത്യാവശ്യം ഫ്ലെയർ ഒക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ട്. വേണമെങ്കിൽ ടൈം എടുത്താൽ നമുക്ക് ഇതിന് ബോട്ടം ദുപ്പട്ട ഒക്കെ സെറ്റ് ചെയ്ത് തരാം, ടൈം എടുത്താൽ. അല്ല ടോപ്പിന് നമുക്ക് ഡിലേ വരില്ല, കാരണം അതിന്റെ പീസ് എല്ലാം സ്റ്റോക്ക് ആണ് നമുക്ക് എന്ന് വെച്ചാൽ റെഡിയാക്കാനുള്ളത്. അപ്പൊ പക്ഷെ ദുപ്പട്ടയും ബോട്ടംസും റെഡിയാക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ടൈം വേണം. അത് ഓക്കെ ആണെങ്കിൽ 3 പീസ് സെറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരാം എല്ലാത്തിന്റെയും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭംഗിയുണ്ടോ, ഇതുപോലെ സ്ട്രെയിറ്റ് വി വെച്ചിട്ട് ഈ ഒരു പാറ്റേണിലോട്ട് ഇതുപോലെ ഉണ്ട്. ലെങ്ത് 40, 48, 49 ഉണ്ട് കേട്ടോ. അപ്പം അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ആ ഇടയിൽ വൈറ്റ് എംബ്രോയിഡറി ഉണ്ട്, അത് വിസിബിൾ അല്ല, ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഇട്ടുതരാം. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് വി വെച്ച്. ഇനി നിങ്ങൾക്ക് ഇത് ബോട്ട് നെക്ക് വിത്ത് വി കട്ടിങ്ങോ അല്ലെങ്കിൽ നെക്ക് പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് ചെയ്യണമെങ്കിലും ചെയ്തുതരാം. നമ്മൾ മുമ്പ് ചെയ്ത പാറ്റേൺ ബോട്ട് നെക്ക് വിത്ത് വി കട്ടിംഗ് ആണ്. പാറ്റേൺ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അടിപൊളി ഒരു ഫ്രോക്ക് സ്റ്റൈലാണ് ഇത് കണ്ടോ. നമ്മൾ ഇതുപോലെ തന്നെ ഈ പ്ലീറ്റ്സ് ഒക്കെ വിട്ടിട്ട് ഒരു എല്ലാം പ്ലീറ്റ്സും ബോട്ട് നെക്കും ഒക്കെ ചെയ്തേക്കണം. അപ്പൊ നമ്മൾ ഇതൊരു ഇൻവേർട്ടഡ് പ്ലീറ്റ് ഫ്രണ്ട് ചെയ്ത് ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ ഒരു ബോട്ട് നെക്ക് കൊടുത്തിട്ടുണ്ട്, ക്ലോസ് ആയിട്ടുള്ള ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ഇൻവേർട്ടഡ് പ്ലീറ്റ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഡിസൈൻ ആണ് ഈ മൽച്ചന്തേരി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി കണ്ടോ. ഭയങ്കര ഒരു കോട്ടന്റെ ഒരു ഭയങ്കര സ്മൂത്ത്നെസ് വരുന്നത് ഇതിന്. എന്നിട്ട് ഇതിനകത്തോട്ട് ഈ ഓൾ ഓവർ ഈ ഒരു ഡിസൈൻ കണ്ടോ, ഞാൻ അത് മുമ്പ് പറഞ്ഞായിരുന്നു. ഈ ഒരു ലീഫിന്റെ ഡിസൈൻ ഇടയിലെ കൂടെ ക്രീമിന്റെയും കൂടെ പോയിട്ടുണ്ട്. അപ്പം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടൊരു പാറ്റേണിൽ ചെയ്തിട്ടുണ്ട്. എ ലൈൻ പാറ്റേൺ ആണ്, ഇൻവേർട്ടഡ് പ്ലീറ്റ് ആണ്. നമ്മുടെ സ്ലീവ് ഇതേപോലെ നല്ലൊരു പഫ് ഒക്കെ വെച്ചിട്ട് ഒരു ഫ്രോക്ക് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. ശരിക്കും ഏറ്റവും ബെസ്റ്റ് ഇതിന്റെ ഒരു ഷെയ്ഡാണ്. ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ആക്ച്വലി ചെയ്തിട്ടില്ല. നല്ല പേസ്റ്റൽ ഷെയ്ഡ് ഇപ്പൊ കുറെ ഇറക്കിയിട്ടുണ്ട്, പക്ഷെ ഈ ഒരു ഷെയ്ഡ് നമുക്കൊരു റെയർ അല്ലേ. ഈ ഒരു ഗ്രീൻ കളർ, ലൈറ്റ് ഗ്രീൻ, പിസ്ത ഗ്രീൻ എന്ന് ലൈറ്റ് പറയാൻ പറ്റില്ല, അത് പിസ്തയുടെ കളറല്ല, നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള കളറാണ്. മൽച്ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് വി കൊടുത്തിട്ട് ഇതേപോലത്തെ ഒരു നെക്ക് പാറ്റേൺ ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഈ സ്ട്രെയിറ്റ് വി കൊടുക്കാൻ ഇപ്പൊ എല്ലാവർക്കും നല്ല ഒതുക്കം തോന്നും കേട്ടോ. ബോഡിയിൽ നമുക്ക് ആ ഒരു വി വൈഡ് ആവാതെ ഇങ്ങനെ മലന്ന് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വണ്ണം തോന്നും. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്താൽ നമുക്ക് ആ ഒരു ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരു ലുക്ക് തോന്നും. അതുകൊണ്ടാണ് ഇപ്പൊ സ്ട്രെയിറ്റ് വി കൂടുതലും കൊടുക്കണം. പിന്നെ ബോക്സ് പ്ലീറ്റ് ആണ് കൊടുത്തേക്കുന്നത്. എല്ലാവർക്കും ചിലപ്പം ഈ പ്ലീറ്റ്സ് ഫ്രണ്ടിലിടും അത്ര ഇഷ്ടപ്പെടുന്നില്ല, ചിലർക്ക് ഇറങ്ങിയിട്ടാണ് നല്ല ബെസ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ ബോക്സ് പ്ലേറ്റ് ആണ് കൊടുത്തേക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഒതുക്കം തോന്നും. ചെറിയ ഗ്യാദേഴ്സ് ഇടുമ്പോഴാണ് വണ്ണം തോന്നുന്നത്. അപ്പൊ ഇതുപോലെ ചെറിയൊരു ലേസ് നമ്മൾ ഇതിന്റെ ഈ ഒരു പോർഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ ലേസും ഏറ്റവും ബ്യൂട്ടിഫുൾ ആട്ടോ. അതിനകത്ത് കൊടുത്തേക്കുന്ന ആ ഒരു ചെറിയ ലേസ് വരുമ്പോൾ അതിനകത്ത് ശരിക്കും ഒരു എംബ്രോയിഡറിയുടെ ചെറിയൊരു ലുക്ക് നല്ല ഭംഗിയാണ്. അപ്പൊ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് ചെയ്തത് കാണിച്ചായിരുന്നു വീഡിയോ. അത് മിഡിൽ പോർഷനിൽ മാത്രം ചെയ്തിട്ട് ഇതുപോലെ ഒരു യോക്കിലും ചെയ്തിട്ടായിരുന്നു. ഇതിപ്പോ നമ്മൾ ഫുൾ ആ ഒരു ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളി ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. ഇതിന്റെ 3 ഷെയ്ഡ്സും വന്നിട്ടായിരുന്നു, ബേബി യെല്ലോ, ബേബി പിങ്ക്, പിന്നെ ഒരു ക്രീം കളർ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് സെയിം ഈ ഒരു പാറ്റേൺ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നെക്ക് ഞാൻ ഒരു കോളർ ഒരു സ്റ്റൈലിലോട്ട് വെച്ചേക്കണമെന്നേ ഉള്ളൂ, ജസ്റ്റ് ഫിനിഷിംഗ് ആയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഈ നെക്ക് വേണമെങ്കിലും ചെയ്യാം. ഇത് പൊളിയായിരിക്കും കേട്ടോ. സ്ട്രെയിറ്റ് വി വെച്ചിട്ട് നമ്മൾ ഒതുങ്ങി തോന്നണം എന്നുള്ളവർക്ക് ഈ സ്ട്രെയിറ്റ് വി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒട്ടും വണ്ണം തോന്നില്ല, കാരണം ഇത് ഒത്തിരി പറന്നു നിൽക്കാത്തൊരു മൽച്ചന്തേരി കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ്, നല്ല അടിപൊളി കളറുമാണ്. ഇതുപോലെ ഒരു ലുക്കായിരിക്കും ഇതിന്റെ. ഈ ഒരു ക്രോഷോ ലേസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ലുക്കായിരിക്കും ഇതുപോലെ. ഓക്കെ, അപ്പൊ ഈ ഒരു നെക്ക് പാറ്റേൺ ഇതുപോലെ ക്ലോസ് നെക്ക് ആയിട്ട് നല്ലൊരു സ്റ്റൈലായിട്ട് ക്ലോസ് നെക്ക് ആയിട്ട് ഒരു വി കട്ടിംഗ് സെന്ററിൽ കൊടുത്തിട്ട് ഈ ഒരു പാറ്റേൺ ഉണ്ട്. നമ്മൾ ഈ ഒരു യോക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ട് ഉള്ള മൽച്ചന്തേരിയാണ് കൊടുത്തേക്കുന്നത്. ജസ്റ്റ് വെച്ചൂന്നേ ഉള്ളൂ. സ്ട്രെയിറ്റ് വി ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നെക്ക് പാറ്റേൺസ് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് ഇല്ലാതെയുള്ള പാറ്റേൺ വേണമെങ്കിൽ സ്ലിറ്റ് പാറ്റേണിലോട്ട് വിത്ത് ടോപ്പ് ബോട്ടം ദുപ്പട്ട പെയർ ചെയ്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നിങ്ങൾ പറഞ്ഞാൽ മതി, കാരണം നമുക്ക് മെറ്റീരിയൽസ് കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ. ബുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയും 20 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഡിസ്പാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.